സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി CMF by നത്തിങ്ങിൻ്റെ ഒരു ബോക്സ് ഓപ്പണിംഗ് വീഡിയോയും അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് അല്ലേ കണ്ണാടി വെക്കാത്തതുകൊണ്ട് എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഓൾറെഡി CMF by നത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും അതേപോലെ അതിൻ്റെ ബഡ്സിൻ്റെ ഒരു ഇംപ്രഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോൺ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മാസം ആവാറായി എന്ന് പറഞ്ഞു, 1.5 മാസത്തിന് മേളിലായിരുന്നു. ഇപ്പം താഴ്ത്തി തന്നെ. അപ്പോൾ ഫോൺ കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്, യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ പിന്നെ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ അടിപൊളിയാണ്. പിന്നെ ഈ സംഭവമില്ലേ, ഈ തിരിക്കാൻ പറ്റുന്ന സാധനം, ഈ ഊരിയെടുക്കാവുന്നത്, ഇത് ആക്ച്വലി ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഊരിയെടുക്കുക, പിന്നെ തിരിച്ചിടുക, പിന്നെ ഊരിയെടുക്കുക, പിന്നെയും തിരിച്ചിടുക. ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. കയ്യിൽ ഫോൺ വെറുതെ ഇരിക്കുമ്പോൾ, ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ വെറുതെ ഇരിങ്ങനെ ഊരിയെടുക്കുക, എന്നിട്ട് പിന്നെ തിരിച്ചിടുക. പിന്നെ ഞാനിതൊരു കേസ് മേടിച്ചിട്ട് ലോക്കൽ ഇവിടെ നിന്നിട്ടാണ്, 200 രൂപ കൊള്ളാൻ, കുഴപ്പമില്ല, നോർമൽ കേസാണ്, വേറെ അധികം കഥയൊന്നുമില്ല ഇതിൽ. ഇന്ന് ഹാൻഡ് ഭയങ്കര ക്ലംസിയാണ്, അതുകൊണ്ട് കവർ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഇത് എടുത്തപ്പോൾ മുതൽ ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് CMFന് മെയിൽ അയച്ച്. അപ്പോൾ CMF അതിന് നല്ല രീതിയിലാണ് റെസ്പോൺസ് ചെയ്തത്. അപ്പോൾ എനിക്കതിൻ്റെ ഭാഗമായിട്ട് അവർ ഭയങ്കര ഫോളോ അപ്പ് ഒക്കെ വെച്ചിട്ട് മെയിലൊക്കെ അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സെറ്റാക്കും, എല്ലാം അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടായില്ല, സെയിം തന്നെ അവസ്ഥ. സെയിം എൻ്റെ മെയിൽ ഇവിടെ കണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, CMF എനിക്ക് കാണാനില്ലല്ലോ, പുള്ളിൽ ആവശ്യമുള്ളപ്പോൾ മെയിൽ കാണത്തില്ല. CMF സപ്പോർട്ട് അതെ, 8 ഓഗസ്റ്റ് വരെ അവർ മെയിൽ അയച്ച് അതിന് റിവേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എന്താ റിമൈൻഡറാണ്, പിന്നെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ അയച്ചതിന് എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയില്ല. എന്തായാലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക, വൈഫൈ കണക്ട് ചെയ്താൽ മാത്രം ഇൻ്റർനെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. ഇൻ്റർനെറ്റ് ഒരു 1 Mbps താഴെയാണ് സ്പീഡ് കാണിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ വൈഫൈ റൗട്ടറിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വൈഫൈ നെറ്റ്വർക്ക് പ്രൊവൈഡറൊക്കെ വിളിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് എൻ്റെ ഈ ഫോണിൽ മാത്രമാണ് ഇഷ്യൂ, ഐഫോണിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്പീഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയായിരുന്നു. സ്പീഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴും ഐഫോണിൽ 40 Mbps ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇതിൽ കാണിച്ചുകൊണ്ടിരുന്ന വെച്ച് 1.8 MB 2 Mbps ഒക്കെയാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവന്മാർക്ക് മെയിൽ അയച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇല്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, അടുത്തുള്ള സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വേറെ അതർവൈസ് നോക്കുകയാണെങ്കിൽ കൊള്ളാം, ഒരു ഡീസൻറ്റ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നല്ല രസമാണ് യൂസ് ചെയ്യാനായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം അങ്ങനെ ത്രോട്ടിൽ ടെസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഒരു ഞാനെടുത്ത് എത്ര രൂപയ്ക്ക് 16 ആയിട്ടുള്ളത് തോന്നുന്നു. അതായത് ഇത് രണ്ടും കൂടി ഞാനെടുത്തത് 20,000 രൂപയ്ക്ക്, 19,000 സംതിങ്ങിനാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി എടുത്ത ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് രണ്ടും വേർത്താണ്. പക്ഷേ ഈ CMF ഫോൺ ഓക്കെ, ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്, ഒരു രക്ഷയില്ലൊന്നും പറയാനില്ല. പിന്നെന്താ, ഇതിലങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, സാധാ ഒരു ഫോൺ. പിന്നെ പ്രോസസ്സർ അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ, ഒരു അധികം ഹെവി യൂസേജ് ഒന്നും ഇല്ലാത്ത, നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മികച്ചൊരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ ആൾക്കാരെടുത്തിട്ട് ഇത് പറയാൻ, ചിലപ്പോൾ ഇതിങ്ങനെയൊന്നുമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ യൂസിൽ എനിക്കങ്ങനെ ഒരു വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യുന്നില്ല, നോർമൽ ഇൻ്റർനെറ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസും ഇല്ല. വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. പിന്നെ പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് അപ്ഡേറ്റ്സ്, സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എനിക്ക് 2-3 എന്തോ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വന്നപ്പോൾ തന്നെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 2 അപ്ഡേറ്റ് കൂടി എന്തോ വന്നിട്ടുണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. അപ്പോൾ അണ്ടർ 20K നിങ്ങൾക്കൊരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് വൈസ് ഇല്ല, ആഡ്സ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്കൊരു ജെനുവിൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുകയെന്ന് അത് ഗ്യാരണ്ടീഡ് ആണ്. ഒരു ആൻഡ്രോയിഡിൻ്റെ പ്യുവർ എക്സ്പീരിയൻസ്, നോട്ട് പ്യുവർ, എന്താ പറയുക,
പ്യുവറിനെ നിയർ ബൈ ഇരിക്കുന്ന ഒരു വെർഷനെങ്കിലും കിട്ടും. പണ്ട് വൺ പ്ലസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ, ആ ഒരു സെയിം എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ കിട്ടും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്. വൺ പ്ലസ് എന്ന് പറയുമ്പോൾ മറ്റേ വൺ പ്ലസിൻ്റെ കൂടിയ മോഡലൊന്നും ഉദ്ദേശിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു അണ്ടർ 20,000 നിങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബോട്ട്വെയർ വേണ്ട, ആർട്സ് വേണ്ട, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഫോൺ മതി. ഇതിൽ വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് CMF by Nothing ഫോൺ വേണം. ഓക്കെ, പിന്നെ ഇത് CMF by Nothingൻ്റെ ഫസ്റ്റ് ബഡ്സ് ആണ്. ഈ ബഡ്സ് CMF by Nothing അതല്ലല്ലേ, ബഡ്സ് തന്നെയല്ലേ? ബഡ്സ് 2 പ്രോയോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നത് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് സംഭവത്തിലെ ഈ സാധനം ശരിക്കും ഒരു ജിമിക്കാണ്. ഇത് ആദ്യത്തെ ഒരു 10-20 ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഇതിന്മേലുള്ള ടച്ച് കൺട്രോളില്ലേ, അതത്ര ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്കങ്ങനെ എന്തുകൊണ്ടോ ഫീൽ ചെയ്തില്ല. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കളയാം. അതേപോലെ ഇതിൻ്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അത്ര പോരാ. അതായത് 2 ബഡ്സ് വെച്ചിട്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാലും സറൗണ്ടിങ് നോയിസ് എല്ലാം അത്യാവശ്യം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. ഇപ്പം എല്ലാവരും പറയും ഇയർ ടിപ്സ് മാറ്റിയിട്ട് നോക്കണം. ഈ ഇയർ ടിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ വന്ന 3 ഇയർ ടിപ്സ് മാറ്റിയിട്ട് നോക്കി. എനിക്ക് 3നും സെയിം ഫീൽ തന്നെയാണ് കിട്ടിയത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫിറ്റൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഫിറ്റാണ് വരുന്നത്. കണ്ടില്ലേ, ചെവിയിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും. ആകെയുള്ളത് ഇതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും. അതായത് സിംഗിൾ ബഡ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവും, ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവും. അത് അതിന് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതിലും ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ക്ലിയർ ചെയ്യാവുന്ന ഇഷ്യൂസാണ് ഇപ്പം ഇതിനുള്ളൂ. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ഇതെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇതും ഒരു സൂപ്പർ ബൈ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സെപ്പറേറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇത് രണ്ടും കൂടി ഒന്നിച്ച് വാങ്ങുന്നതായിരിക്കും. ഇത് രണ്ടും കൂടി ഒന്നിച്ച് വാങ്ങിയപ്പോഴാണ് എനിക്ക് ഏകദേശം ഇതിന് 2799 എന്തോ ആയുള്ളൂ. പക്ഷേ ഇത് സെപ്പറേറ്റ് വാങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 4999 ആണെന്ന് തോന്നുന്നു. പക്ഷേ 4999 ഇത് അത്ര വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. 4999 നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിലും നല്ല പ്രൊഡക്ട്സ് വേറെ കിട്ടുമായിരിക്കും മാർക്കറ്റിൽ. അതിൻ്റെ കൂടുതൽ കുറച്ചുകൂടി ഇട്ടാൽ JBL ഒക്കെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് ക്വാളിറ്റി സുപ്പീരിയർ ആണ്. ഞാൻ ഓൾറെഡി 230 ANCO അങ്ങനെ എന്ത് പറഞ്ഞൊരു മോഡൽ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ ചെവിയിൽ അത് സെറ്റ് ആവില്ല. അതിൻ്റെ എല്ലാ ബഡ്സും ഞാൻ മാറ്റിയിട്ട് നോക്കിയിട്ട് എനിക്ക് ആ ഒരു ഫിറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമാണ് അതിൽ ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ CMF by Nothing ഫോൺ കൊണ്ട്. പിന്നെ അതിൻ്റെ ബഡ്സ് 2നെ പറ്റിയും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം. പിന്നെ 20,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഡോണ്ട് ഗോ ഫോർ എനി അതർ ഓപ്ഷൻസ്. ബിക്കോസ് എവിടെ പോയാലും നിങ്ങൾക്ക് ബോട്ട്വെയറിൻ്റെ ആർട്സിൻ്റെയും കൊള്ളായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. അൺസൈക്കബിൾ ആണ് ബോട്ട്വെയറും ആർട്സും. പിന്നെ ആപ്പിളിൻ്റെ ഇവൻറ്റ് വന്നപ്പോൾ കണ്ടില്ലേ, എല്ലാത്തിലും ഇനിയിപ്പോൾ വേറൊന്നും വരാനില്ല. ഒരു ഇമ്പിരി അതൊക്കെ മാത്രമേ കൂടുതൽ വരാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ഇനിയിപ്പോൾ ആരും. ഇനി ഓൾറെഡി ഇപ്പോൾ ഐഫോണിൽ ആകെ ആ സൈഡിൽ ആ ഒരു എന്താണ് ക്യാപ്ചർ ബട്ടൺ വന്ന്, വേറൊന്നും അങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുമില്ല. പിന്നെ iPhone 13 ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്തത് പിന്നെ ഇപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് പോർട്രേറ്റ് മോഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ക്യാമറ അപ്പോൾ ക്ലോസ് ആയിട്ട് ഒന്നുകൂടി ഓപ്പൺ ആവും. ആ സമയത്ത് ലാസ്റ്റ് എടുത്ത ഫോട്ടോ ഉണ്ടാവില്ല. ആ ഫോട്ടോ എവിടെ പോയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഐഫോൺ പോലും ഇതുവരെ കണ്ടുപിടിച്ചില്ല അത് എവിടെ പോയെന്ന്. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. ഇനിയപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സൈനിങ് ഓഫ്.